റോൾസ് റോയ്സിൻ്റെ ഷോറൂമിൽ ഒന്ന് പോയിട്ട് അവിടെയുള്ള വിഷ്വൽസ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ഇത് മെക്ലാരിൻ്റെ ഷോറൂമാണ്. പക്ഷേ ഇത് കണ്ടോ ഗൈസ്, ഇതാണ് മെക്ലാരിൻ്റെ ആർട്ടൂര സ്പൈഡർ എന്ന് പറയുന്ന കാറ്. ഗൈസ് ഈ കാണുന്നുണ്ടല്ലോ BMW ഷോറൂമാണ്. നമ്മുടെ വണ്ടിപ്രാന്തന്മാർക്കുണ്ടല്ലോ പറ്റിയ സ്ഥലമാണ് നമ്മുടെ UAE എന്ന് പറയുന്നത്. BMW ഉണ്ട്, പിന്നെ മിനി കൂപ്പർ ഉണ്ട്, പിന്നെ മെക്ലാരിൻ. ഗൈസ് അങ്ങനെ നമ്മൾ റോൾസ് റോയ്സിൻ്റെ ഷോറൂമിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. ഇതോ ഈ കാണുന്നതാണ് റോൾസ് റോയ്സ്. ഗൈസ് ഇതാണ് റോൾസ് റോയ്സിൻ്റെ കുലിനൻ എന്ന് പറയുന്ന മോഡൽ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, അതായത് ഞാൻ ഇന്ന് രാവിലെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ റൂമിന് തൊട്ടടുത്തുള്ള ഒരു സ്പോട്ടിൽ വന്നു. ഇവിടെ സ്പോട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ഇവിടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ റോൾസ് റോയ്സിൻ്റെ ഒരു ഷോറൂമുണ്ട്. അപ്പം ഏതായാലും റോൾസ് റോയ്സിൻ്റെ ഷോറൂമിൽ ഒന്ന് പോയിട്ട് അവിടെയുള്ള വിഷ്വൽസ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ഏതായാലും നമ്മുടെ നാട്ടിലൊന്നും നോർമലായിട്ട് കാണാൻ പറ്റാത്തൊരു ഇതാണല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം. ഏതായാലും അവിടെ പോയി കഴിഞ്ഞാൽ ഏതായാലും 2-3 റോൾസ് റോയ്സെങ്കിലും നമുക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഏതായാലും ഞാൻ അവിടെ ചെന്നിട്ട് അവിടുത്തെ വിഷ്വൽസൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഏതായാലും ചുമ്മാ ഇരിക്കും, ഇന്ന് ഏതായാലും വീക്ക് ഓഫാണ്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു എൻ്റെ വീഡിയോയ്ക്കകത്ത്, അതായത് എന്താണ് നിൻ്റെ വീഡിയോസിൻ്റെ അകത്ത് എല്ലാ ദിവസവും ഒരേ ഡ്രസ്സെന്ന് 2-3 പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുവാണ്, ഇത് ഞാൻ എല്ലാം ഒറ്റ ദിവസം ഷൂട്ട് ചെയ്യുന്ന വീഡിയോസാണ്. അതായത് എനിക്ക് എന്നാണോ വീക്ക് ഓഫ് കിട്ടുന്നത് ആ വീക്ക് ഓഫിലാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അന്നത്തെ വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അതായത് ഒരാഴ്ചത്തേക്കുള്ള വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒരുമിച്ച് ഷൂട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഡെയിലി വൈസ് ആയിട്ട് ഞാൻ അതായത് ഡെയിലി ഓരോ വീഡിയോ എഡിറ്റ് ചെയ്യുന്നു, ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നു. അതുകൊണ്ടാണ് എല്ലാ വീഡിയോക്കകത്ത് ഒരേ ഡ്രസ്സ് വരുന്നത്, അല്ലാതെ എനിക്ക് വേറെ ഡ്രസ്സ് ഇല്ലാഞ്ഞിട്ടല്ല. ഓക്കെ, അപ്പോൾ അത് ഇനി കമൻറ്റ് ചെയ്യരുത്, ഇടി മേടിക്കും നിങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മളേതായാലും ഇനി റോൾസ് റോയ്സിൻ്റെ ഷോറൂമിൽ പോവാണ്. അവിടെ പോയിട്ട് അവിടുത്തെ വിഷ്വൽസ് എല്ലാം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ബൈ. ഗൈസ് ഈ പോകുന്ന മുതലാണ് പോർഷെ 911 GT3 RS. ഏകദേശം 3.5 കോടി രൂപയാണ് ഗൈസ് ഇതിൻ്റെ വില. ഗൈസ് ഏതായാലും ഇറങ്ങിയത് നല്ല സമയത്താണ്. ഞാൻ ഇറങ്ങിയപ്പോൾ ഇത്ര വെയിലും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇങ്ങോട്ട് നടക്കുന്നവരും വെയിൽ കൂടിക്കൂടി വരുന്നു. സമയമൊന്നും ആയിട്ടൊന്നുമില്ല, 8 മണി എങ്ങാണ്ടായതുള്ളൂ, 8:30 എങ്ങാണ്ടായതുള്ളൂ. ഇത് ഇപ്പോൾ തന്നെ നല്ല രീതിക്ക് വെയിലാകുന്നുണ്ട്, അത്യാവശ്യം നല്ല രീതിക്ക് ചൂടുമുണ്ട്. ഏതായാലും ഞാൻ ഇറങ്ങി തിരിച്ചാൽ ഇന്ന് ഞാൻ റോൾസ് റോയ്സ് കണ്ടിട്ട് ഇറങ്ങത്തുള്ളൂ. നമ്മളേതായാലും ഇന്ന് അവിടെ പോയിട്ട് തന്നെ കാര്യം, പോയിട്ട് ഇന്ന് വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചിരിക്കും, റോൾസ് റോയ്സ് കാണിക്കും നിങ്ങൾ. ഓക്കെ ഗൈസ് ഈ കാണുന്നത് 1959 മോഡൽ ഫോർഡിൻ്റെ തണ്ടർബേർഡ് എന്ന് പറയുന്ന വണ്ടിയാണ് ഗൈസ്. ഗൈസ് നമ്മൾ റോൾസ് റോയ്സ് കാണാൻ വേണ്ടി വന്നപ്പോൾ മെക്ലാരിൻ കണ്ടു ഗൈസ്. ഇത് മെക്ലാരിൻ്റെ ഷോറൂമാണ്, പക്ഷേ ഷോറൂം ക്ലോസ് ആണ്. പക്ഷേ അകത്ത് 2-3 മെക്ലാരിൻ ഒക്കെ കിടപ്പുണ്ട്. ഞാൻ അതൊന്നും നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഗൈസ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മെക്ലാരിൻ്റെ ഷോറൂം. മെക്ലാരിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ മെയിനായിട്ട് സ്പോർട്സ് കാറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു കമ്പനിയാണ് മെക്ലാരിൻ. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് മെക്ലാരിൻ അർട്ടൂര ഹൈബ്രിഡ് സ്പോർട്സ് കാർ എന്ന് പറയുന്നത്. ഈ കാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് നാട്ടിലെ വില എന്ന് പറയുന്നത് 5.89 കോടി രൂപയാണ് ഗൈസ്. ഇതിന് തന്നെ വേറൊരു മോഡലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മോഡൽ എന്ന് പറയുന്നത് മെക്ലാരിൻ അർട്ടൂര സ്പൈഡർ എന്ന് പറയുന്ന മോഡലാണ്. ഇതെന്ന് പറയുന്നത് ഒരു കൺവേർട്ടബിൾ സൂപ്പർ കാറാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇന്ത്യൻ മണി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 5.38 കോടി രൂപ വരും ഗൈസ് ഈ കാണുന്നുണ്ടല്ലോ BMW ഷോറൂമാണ്. ഈ ഏരിയ ഫുള്ള് ഷോറൂംസ് ആണ് ഗൈസ്. ഞാൻ ആ കൂടെ റോൾസ് റോയ്സ് ആണ് ശ്രദ്ധിച്ചത്, പക്ഷേ ബാക്കിയെല്ലാം, അതായത് ഈ ബിൽഡിംഗ് ഫുള്ള് ഷോറൂംസ് ആണ്. BMW ഉണ്ട്, പിന്നെ മിനി കൂപ്പർ ഉണ്ട്, പിന്നെ മെക്ലാരിൻ, അങ്ങനെയുള്ള പല പല ഷോറൂംസ് ആണ്. അതിൻ്റെ എല്ലാ വണ്ടികളാണ് പുറത്ത് കിടക്കുന്നത്. ഏതായാലും കൊള്ളാം ഗൈസ്. ഞാൻ ഏതായാലും റോൾസ് റോയ്സ് ആണ് നമ്മുടെ ലക്ഷ്യം. റോൾസ് റോയ്സ് നോക്കിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ചെന്നിട്ട് ബാക്കി കാണിക്കാം. ഈ കാണുന്ന വണ്ടികളെല്ലാം സർവീസിന് കൊണ്ടുവന്നിട്ടിരിക്കുന്ന വണ്ടികളാണെന്നാണ് ഗൈസ് തോന്നുന്നത്. ഏതായാലും BMW ഏറ്റവും ലേറ്റസ്റ്റ് വേരിയൻ്റ് മോഡലുകളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. കൊള്ളാം ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു മിനി കൂപ്പർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഗൈസ് ഈ വണ്ടി ഏതാണെന്ന് മനസ്സിലായോ? ഇതാണ് BMW X7 എന്ന് പറയുന്ന വണ്ടി. ഇത് 2025 മോഡൽ ലേറ്റസ്റ്റ് മോഡൽ വണ്ടിയാണ്. ഇതിപ്പോൾ നാട്ടിലെ എമൗണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1.5 കോടി രൂപ റേറ്റ് വരുന്ന വണ്ടിയാണ് ഗൈസ്. ഈ കാർ ഏതാണെന്നറിയാമോ? ഇതാണ് BMW സീരീസ് 8. ഗൈസ് അങ്ങനെ നമ്മൾ റോൾസ് റോയ്സിൻ്റെ ഷോറൂമിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. ഇതോ ഈ കാണുന്നതാണ് റോൾസ് റോയ്സ്. ഇവിടെ ഏകദേശം ഒരു 4-5 റോൾസ് റോയ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഷോറൂമും ക്ലോസ് ആണ് ഗൈസ്. ഇതിനകത്തും കുറേ വണ്ടികൾ കിടപ്പുണ്ട്. അതിനകത്തുള്ള വണ്ടികൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല, ഫുള്ള് ഗ്ലാസ് ഇട്ടൊക്കെയാണ്. പക്ഷേ കാണാം, പക്ഷേ വീഡിയോ എടുക്കുമ്പോൾ ബ്ലറായിട്ടാണ് പോകുന്നത്. ഇതാണ് പുറത്ത് കിടക്കുന്ന വണ്ടികൾ. ഞാൻ ഏതായാലും ഈ വണ്ടികളെല്ലാം നിങ്ങളൊന്ന് കാണിച്ചു തരാം. ലക്ഷറസിൻ്റെ അങ്ങേറ്റം എന്നൊക്കെ പറയാം, അതാണ് ഈ റോൾസ് റോയ്സ്. ഏതായാലും നമുക്ക് റോൾസ് റോയ്സ് ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. നമുക്ക് ലക്കുണ്ടെങ്കിൽ നമ്മളും ഇതുപോലെയൊക്കെ ഒരെണ്ണം എടുക്കും. കേസ് ഗൈസ് ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് അബുദാബിയിലെ റോൾസ് റോയ്സിൻ്റെ ഷോറൂം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഏകദേശം ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2-3 മോഡൽ വണ്ടികൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഞാൻ ഈ വണ്ടികളൊക്കെ ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഗൈസ് ഇതാണ് റോൾസ് റോയ്സിൻ്റെ ലോഗോയും ലേബലും. ഗൈസ് ഇതാണ് റോൾസ് റോയ്സിൻ്റെ ഗോസ്റ്റ് സീരീസ് 2. ഈ വണ്ടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു 6.7 ലിറ്റർ V12 എഞ്ചിനാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നാട്ടിലെ റേറ്റ് പറയുവാണെങ്കിൽ 10.52 കോടി രൂപയാണ് ഗൈസ്. ഈ കാണുന്ന കാർ ഏതാണെന്നറിയാമോ? ഇതാണ് റോൾസ് റോയ്സിൻ്റെ സ്പെക്ട്ര. ഈ വണ്ടിയാണ് റോൾസ് റോയ്സിൻ്റെ ആദ്യത്തെ ഇലക്ട്രിക് വെഹിക്കിൾ.
ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നാട്ടിലെ എമൗണ്ട് പറയുവാണെങ്കിൽ 7.15 crore ആണ്. ഗൈസ്, ഇതാണ് റോൾസ് റോയ്സിൻ്റെ കുലിനാൻ എന്ന് പറയുന്ന സീരീസിൽപ്പെടുന്ന കാറ്. ഇത് റോൾസ് റോയ്സ് കുലിനാൻ സീരീസ് 2 ആണ് ഗൈസ്. ഇവിടെ കാണുന്ന 2 കാറുകളും റോൾസ് റോയ്സ് കുലിനാൻ സീരീസ് തന്നെയാണ്. ഇതിൻ്റെ റേറ്റ്, ഇന്ത്യൻ റേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 10.50 കോടി രൂപയാണ് ഇന്ത്യൻ റേറ്റ് വരുന്നത്. ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 6.75 ലിറ്ററിൻ്റെ V12 എഞ്ചിനാണ് റോൾസ് റോയ്സ് ഈ കാറുകൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഗൈസ്, ഇതാണ് അബുദാബിയിലെ റോൾസ് റോയ്സ് ഷോറൂമിലുള്ള കാറുകൾ. ഏതായാലും എല്ലാ കാറും തന്നെ, അതായത് വെളിയിൽ കിടക്കുന്ന കാറുകളെല്ലാം തന്നെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി. ഇനി ഇതിനെക്കുറിച്ച്, അതായത് റോൾസ് റോയ്സ് കാറുകളെക്കുറിച്ച് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് റോൾസ് റോയ്സ് കാറുകളിൽ അവർ ഏത് മോഡലാണെന്നോ അതുപോലെ തന്നെ ഏത് സീരീസ് ആണെന്നൊന്നും ഇതിൻ്റെ ബാക്ക് സൈഡിലൊന്നും അവർ ലേബൽ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ റോൾസ് റോയ്സ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്യണം. ഗൈസ്, ഇതാണ് റോൾസ് റോയ്സിൻ്റെ തൊടുമ്പോൾ അകത്ത് കയറി പോകുന്ന ലോഗോ ഗൈസ്. ഏതായാലും ലക്ഷറിയുടെ അവസാന വാക്കായ റോൾസ് റോയ്സ് നമ്മൾ കണ്ടു ഗൈസ്. ഇനി നമുക്ക് പോയാലോ? ഗൈസ്, ഇതാണ് നമ്മുടെ റോൾസ് റോയ്സിൻ്റെ വിശേഷങ്ങൾ. ഏതായാലും ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാമെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഗൈസ്, അതായത് നമ്മുടെ വണ്ടിപ്രാന്തന്മാർക്കുണ്ടല്ലോ പറ്റിയ സ്ഥലമാണ് നമ്മുടെ UAE എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഇല്ലാത്ത വണ്ടികളില്ല. ഇവിടെ വണ്ടികൾ മോഡിഫൈ ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. ഏത് വണ്ടി എങ്ങനെ വേണമെങ്കിലും ആക്കി ഓടിക്കുക. അതുപോലെ തന്നെ വണ്ടികൾ എന്ന് പറയുമ്പോൾ ഒരു രക്ഷയില്ല. നമ്മുടെ നാട്ടിലെ പോലെ ഒന്നുമല്ല ഗൈസ്. നമ്മൾ നാട്ടിലൊക്കെ റയറായിട്ട് കാണുന്ന ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. അതല്ല ഇവിടെ ചുമ്മാ തിരിഞ്ഞു നോക്കിയാൽ കാണാൻ പറ്റും. അതായത് നമ്മൾ ഈ നാട്ടിൽ ഫോർ എക്സാമ്പിൾ പറയാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിഫൻഡറൊക്കെ ഉണ്ടല്ലോ. ഡിഫൻഡറൊക്കെ നമ്മുടെ നാട്ടിലിങ്ങനെ, അതായത് തപ്പി നോക്കണം എവിടെയെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഗൈസ്. ഇവിടെ ഒരു 10 വണ്ടി എടുത്ത് അതിൻ്റെ അകത്ത് 2 വണ്ടി ഡിഫൻഡറാണ്. ഇവിടെ ഡിഫൻഡറും അങ്ങനെയുള്ള അത്യാവശ്യം ഹെവി ആയിട്ടുള്ള XUV മോഡൽ വണ്ടികൾക്കൊക്കെ ഇവിടെ നല്ല ഡിമാൻഡാണ്. അതായത് നിസാൻ പാട്രോൾ അങ്ങനെയുള്ള വണ്ടികളൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ ഈ ലാൻഡ് റോവർ ഉണ്ടല്ലോ, ലാൻഡ് റോവറിൻ്റെ ഡിസ്കവറി അങ്ങനെയുള്ള വണ്ടികളുണ്ടല്ലോ. അങ്ങനെയുള്ള വണ്ടികളൊക്കെ നമ്മുടെ ഇവിടെ ചുമ്മാ, അതായത് നമ്മുടെ നാട്ടിൽ ഈ ഓട്ടോ ഒക്കെ ഓടുന്ന പോലെ തന്നെ ഇവിടെ നോർമലായിട്ടുള്ള ആൾക്കാർ ഓടിക്കുന്ന വണ്ടികളാണ് ഇതൊക്കെ. ഒരു രക്ഷയില്ല ഇവിടെ. അതായത് വണ്ടിപ്രാന്തന്മാർക്ക് പറ്റിയ സ്പോട്ടാണ്. അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ വണ്ടിപ്രാന്തന്മാരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കുക. അതുപോലെ വണ്ടികളുണ്ട് ഇവിടെ. ഇപ്പം തന്നെ റോൾസ് റോയ്സ് തന്നെ കണ്ടില്ല. ഇവിടെ ചുമ്മാ അവർ ഇങ്ങനെ ഇറക്കിയിട്ടിരിക്കുകയാണ്. അതായത് വരുന്നവരും പോകുന്നില്ല. അതായത് നാട്ടിലൊക്കെ ആണെങ്കിൽ ഇത് ഷോറൂമിൻ്റെ അകത്ത് ഷോറൂമിൻ്റെ അകത്തൊന്നും നമ്മളെ അലോ പോലും ചെയ്യത്തില്ല. നമ്മളെ അകത്ത് കയറ്റത്ത് പോലും ഇല്ല. അങ്ങനെയൊക്കെ ആയിരിക്കും നാട്ടിൽ. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ ചുമ്മാ നോർമലായിട്ട് വണ്ടി ഇടുന്ന പോലെ തന്നെയാണ് റോൾസ് റോയ്സ് വരെ അവർ ഇട്ടിരിക്കുന്നത്. ഏതായാലും ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ UAEയുടെ വിശേഷങ്ങൾ. ഏതായാലും ഇതുകൂട്ടുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഗൈസ്. നമ്മൾ വീണ്ടും ഇതുകൂട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ വീണ്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നല്ല വെയിലുണ്ട്. ഞാൻ ഏതായാലും റൂമിലോട്ട് പോവാണ്. അപ്പോൾ ശരി, നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.